പാലൊളി വിതറുന്നേ, തിളങ്ങും പാൽച്ചിരി വിരിയുന്നേ, ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ. എല്ലാവർക്കും ഒരു പുതിയ അധ്യയന വർഷത്തിന് ആശംസ നേരുകയാണ്. എല്ലാവരും നല്ല മക്കളായി നിൽക്കുക. ഞങ്ങളുടെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ വാർഡ് കൗൺസിലർ ഷബ്രീന അഭിനന്ദനത്തിന് ക്ഷണിച്ചോളൂ. മറ്റു വിശിഷ്ട അതിഥി അനാമിക ഇവിടെ പഠിച്ചു കുട്ടിയാൽ വളരെയധികം സന്തോഷം തോന്നി. അവർക്ക് തന്നെ ഈ സ്കൂളിൽ വിദ്യാലയമായിട്ട് എത്താൻ പറ്റിയതിൻ്റെ വലിയ സന്തോഷമാണ്. അതുപോലൊക്കെ തന്നെ നമ്മുടെ മക്കളെല്ലാവരും നിങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കണം. നമ്മൾക്ക് ഇങ്ങനെ നമ്മുടെ സ്കൂളിൽ വന്നിട്ട് അതിലൊരു മുഖ്യ അതിഥിയായിട്ടൊക്കെ എത്തുക എന്ന് പറഞ്ഞത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ നമ്മുടെ PTA മെമ്പർ, ടീച്ചേഴ്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ പുതുതായിട്ട് 5ാം ക്ലാസ്സിലേക്ക് കടന്നു വന്ന കുറേ കുട്ടികളുണ്ട് നമ്മുടെ മുമ്പിൽ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ PTA പ്രസിഡന്റ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ച് കഴിഞ്ഞ് പുതിയ അധ്യയന വർഷം കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയ ലോകത്തേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. 2 മാസം വീട്ടിലിരുന്ന് നിങ്ങൾ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്നതാണ്. നിങ്ങൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി നല്ല മക്കളായിട്ട് മുന്നോട്ട് വരണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തിരക്ക് കാരണം കൂടുതൽ നിങ്ങളെ സംസാരിക്കാനുള്ള ഒരു സമയമില്ല മക്കളെ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഉദ്ഘാടന ചടങ്ങ് ഔദ്യോഗികമായി നിർവഹിച്ചതായി അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പഠിച്ചോടത്ത് എനിക്ക് വരാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വിളിച്ച ടീച്ചേഴ്സിനോടൊക്കെ ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാനാണ്. പിന്നെ ഞാനിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഞാൻ ഡിഗ്രി ചെയ്തത് പരമോന്നതത്തിലാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് IAS ആവണം, IPS ആവണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. ഞാൻ സിവിൽ സർവീസിന്റെ ക്ലാസ്സിൽ വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് എന്താണെന്നുള്ളത് ഇപ്പോഴേ തീരുമാനിക്കാം. പക്ഷെ ഇപ്പൊ കലയിലാണെങ്കിൽ ചിലപ്പോൾ ചിലർക്കൊക്കെ കലയിലായിരിക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റ്. ഇപ്പൊ സ്പോർട്സിലായാലും ആർട്സിലായാലും അതേപോലെ ഇപ്പൊ ഈ ഡ്രോയിങ് അങ്ങനത്തെ ഒരു ഫീൽഡിലേക്കൊക്കെ പോകാനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ നിലവിലുണ്ട് ഇപ്പൊ കേരളത്തിൽ. അപ്പോ ഇപ്പൊ നമ്മളൊരു നല്ല നിലയിലെത്താണെങ്കിൽ അതിൽ നമ്മുടെ പാരന്റ്സിനൊക്കെ സന്തോഷിക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സ്. എന്നൊക്കെ പറയാം ചെറിയ കാര്യമല്ല. ഇപ്പൊ ഡിഗ്രിക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് സ്കൂളിലുള്ള ടീച്ചേഴ്സിന് നമുക്ക് സ്കൂളിൽ മാത്രമേ കിട്ടുള്ളൂ. ഡിഗ്രിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ടീച്ചേഴ്സ് നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചേഴ്സ് പോലെ ആയിരിക്കില്ല. കുറച്ചുകൂടി നമുക്ക് കൂടുതൽ കണക്ഷൻ ആവാനും ഇപ്പോ നമ്മളെ ഈ ഒരു നിലയിലേക്ക് എത്താനും എത്തിക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സാണ്. അപ്പോൾ പാരന്റ്സിനെ പോലെ തന്നെ നമ്മൾ ഉയരുന്നതിലേക്ക് കൂടുതൽ സന്തോഷിക്കുന്നതും നമ്മുടെ ടീച്ചേഴ്സ്. അപ്പൊ നിങ്ങളാണെങ്കിൽ സ്കൂൾ ലൈഫിൽ ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ പറയാറില്ല. ഞാൻ നല്ല ഉണ്ടായിട്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഇപ്പൊ കണ്ട ടീച്ചേഴ്സിനൊക്കെ ചിലവറിയായിരിക്കും. ഞാൻ ഇവിടുത്തെ 10th കഴിഞ്ഞ് പോകുമ്പോ ക്ലാസ് പെയിന്റ് വെച്ചിട്ടാണ് പോണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുണ്ടായിരുന്നു. അപ്പോ അതൊന്നും അല്ല ലൈഫ്. ഇപ്പൊ എനിക്ക് ഈ സ്കൂളിൽ നിന്ന് കിട്ടിയ കണക്ഷനാണ് ഇപ്പൊ എന്റെ കൂടെ കൊണ്ട് കണക്ഷൻ. അപ്പൊ ഓളായിട്ടുള്ള കണക്ഷൻ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതേപോലെ ഉണ്ടാവും ഇതുപോലെ കണക്ഷൻ കിട്ടുന്ന ആൾക്കാർ. അപ്പൊ അവിടെ എപ്പോഴും നമ്മൾ കൂടെ കൊണ്ട് നടക്കുക. പിന്നെ എല്ലാവർക്കും പുതുവത്സരാശംസ നൽകുകയാണ്. എല്ലാവരും പഠിക്കുക. ഏത് ഫീൽഡിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഇപ്പോഴും പ്രയത്നിക്കുക അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ആശംസ അറിയിച്ചു. താങ്ക് യു. സുരക്ഷിതമായും ശരിയായ രീതിയിലും ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ പാസ്വേഡുകളും OTPകളും വ്യക്തിഗത വിവരങ്ങളും മറ്റാരുമായും പങ്കുവയ്ക്കാതെ സൂക്ഷിക്കും. ഓൺലൈനിൽ വരുന്ന ലിങ്കുകൾ, ഫയലുകൾ എന്നിവ തുറക്കുന്നതിനും
നോക്കുന്നതിന് മുമ്പ് ശ്രദ്ധയോടെ ചിന്തിക്കും. സൈബർ ബുള്ളിംഗ്, വ്യാജ വാർത്തകൾ, മോശം ഉള്ളടക്കങ്ങൾ എന്നിവയെ ഞാൻ നിരുത്സാഹപ്പെടുത്തും. സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലും മറ്റുള്ളവരെ ഞാൻ മാനിക്കുകയും സൈബർ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യും. വിദ്യാലോകം നേടിടാ പുണ്യമുഹൂർത്തപ്പുള്ളികൾക്ക് ഒത്തുചേർന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നടത്തുന്നു. നമസ്കാരം. Maria,